ഫുക്രിയിലേക്ക് സ്വാഗതം. കുറേ സുഹൃത്തുക്കൾ പറയുന്നത് ലോകകപ്പിൻ്റെ ഫൈനൽ അർജൻറ്റീന ജയിക്കും. കാരണം അർജൻറ്റീനയ്ക്ക് ഒരു എക്സ് ഫാക്ടർ ഉണ്ടത്രേ. എന്താണ് എക്സ് ഫാക്ടർ? എന്താണ് ആ എക്സ്ട്രാ ഫാക്ടർ? അത് ആ എക്സ്ട്രാ ഫാക്ടർ കൊണ്ടാണ് അർജൻറ്റീന കഴിഞ്ഞ 4 കളികളും ജയിച്ചതെന്ന് പലരും വാദിക്കുന്നു. പിന്നിൽ നിന്ന് മുന്നിലേക്ക് കയറി വന്ന് ഗോളടിച്ച് ജയിക്കാനുള്ള ആ എക്സ് ഫാക്ടർ. മെസ്സി അല്ലാത്ത മറ്റുള്ളവരും ഗോളടിക്കുന്നു. ഇപ്പോൾ അർജൻറ്റീനയിൽ ഗോളടിച്ചവരെ നോക്കിയാൽ മെസ്സിക്ക് പുറമെ ആരൊക്കെ അടിച്ചു? എൻസോ ഫെർണാണ്ടസ് അടിച്ചു, ലിസാൻഡ്രോ മാർട്ടിനസ് അടിച്ചു, ലൗട്ടാരോ മാർട്ടിനസ് അടിച്ചു, ഹൂലിയൻ അൽവാരസ് അടിച്ചു, ക്രിസ്ത്യൻ റൊമേറോ അടിച്ചു, മക്കാലിസ്റ്റർ അടിച്ചു. അപ്പോൾ മെസ്സി അല്ലാതെ ഒട്ടേറെ കളിക്കാർ ഗോളടിക്കാൻ ഏതാണ്ട് എല്ലാവരും തന്നെ, ഗോളി എമിലിയാനോ മാർട്ടിനസ് ഒഴികെ ഏതാണ്ട് എല്ലാവരും തന്നെ ഗോളടിക്കാൻ പ്രാപ്തരാണ്. അതൊരു എക്സ് ഫാക്ടർ അല്ലേ? അതുപോലെ തന്നെ സാഹചര്യങ്ങൾക്കനുസരിച്ച് പ്രതികരിക്കാനുള്ള, അസാമാന്യമായി പ്രതികരിക്കാനുള്ള, എപ്പോഴും പിന്നിൽ നിന്ന് തിരിച്ചു വരാനുള്ള ആ ഒരു മാനസിക കരുത്ത്, അതൊരു എക്സ് ഫാക്ടർ അല്ലേ? ഇതൊക്കെ പോരെ സ്പെയിനിൻ്റെ ടാക്ടിക്കൽ ഗെയിമിനെ മറികടക്കാൻ? ഈ ഒരു ചോദ്യമാണ് പല സുഹൃത്തുക്കളും, അർജൻറ്റീന ഫാൻസ് ആയിട്ടുള്ള സുഹൃത്തുക്കളും ചോദിക്കുന്നത്. ആ എക്സ് ഫാക്ടർ ഉണ്ട് എന്ന് അവർ ഉറച്ചു വിശ്വസിക്കുന്നു. അതുകൊണ്ട് മാത്രമാണ് കളിയുടെ കാര്യത്തിൽ സ്പെയിനിന് പിറകിലായിട്ടും അർജൻറ്റീന ഈ ഫൈനലിൽ എത്തിയത് എന്ന് അവർ ഉറച്ചു വിശ്വസിക്കുന്നു. ഈ 4 കളികളിലും കാബോവർദക്കെതിരെ, ഈജിപ്തിനെതിരെ, സ്വിറ്റ്സർലൻഡിനെതിരെ, സെമിഫൈനൽ ഇംഗ്ലണ്ടിനെതിരെ ഒക്കെ തോറ്റു എന്ന് വിചാരിച്ചെടുത്തുനിന്ന് തിരിച്ചു വന്ന അർജൻറ്റീന കളി ജയിക്കുന്നത് ആ എക്സ് ഫാക്ടർ കൊണ്ടാണെന്ന് അവർ വാദിച്ച് നമ്മളെ കീറി മുറിക്കുന്നു. എന്തായാലും സ്പെയിനെതിരെ ആ എക്സ് ഫാക്ടർ പ്രധാന ഘടകമാണ് അർജൻറ്റീനയ്ക്ക്. സ്പെയിനിൻ്റെ ടാക്ടിക്കൽ ഗെയിം, ക്ലിനിക്കൽ ഗെയിമിനെ മറികടക്കാൻ ആ എക്സ് ഫാക്ടർ വർക്ക് ചെയ്തേ മതിയാകൂ അർജൻറ്റീനയ്ക്ക്. അത് വർക്ക് ചെയ്യും. ഒരിക്കൽ കൂടി ഈ ലോകകപ്പിൽ ഒരിക്കൽ കൂടി എക്സ് ഫാക്ടർ വർക്ക് ചെയ്യുമെന്ന ഉറച്ച വിശ്വാസത്തിലാണ് അർജൻറ്റീന ആരാധകർ. അവരുടെ വിശ്വാസം അവരെ രക്ഷിക്കട്ടെ. അവർക്ക് ആ എക്സ് ഫാക്ടർ അർജൻറ്റീനയ്ക്ക് വീണ്ടും ഒരു ലോക കിരീടം കൂടി നേടിക്കൊടുക്കട്ടെ.